നമ്മൾ കലിയുഗവാസികളെ സംബന്ധിച്ചിടത്തോളം ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നൊന്ന് ആലോചിച്ചു. അതായത് ദ്വാപര യുഗത്തിൽ ഭഗവാൻ കൃഷ്ണൻ എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമി എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, എല്ലാം ഒരാൾ തന്നെയാണ്. സർവോപരി ഇതെല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. പക്ഷേ നമ്മൾ കലിയുഗവാസികളെ സംബന്ധിച്ചിടത്തോളം ചൈതന്യ മഹാപ്രഭു എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ നാമം ജപിക്കുന്നതും ഭക്തിയിൽ എന്തെങ്കിലും ഒരു ഇതുള്ളത് ചൈതന്യ മഹാപ്രഭു വന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ കലിയുഗം ഇതൊന്നും അല്ല. ചൈതന്യ മഹാപ്രഭു വന്നപ്പോൾ മുതൽ ഒരു സുവർണ യുഗം എന്ന് പറയും. കലിയുഗത്തിനകത്തുള്ള ഒരു സുവർണ സത്യയുഗം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു 10,000 വർഷം വരെ ഉണ്ട്. അതിൽ 500 വർഷത്തോളം കഴിഞ്ഞു. ഇനി 9,500 വർഷങ്ങൾ ഇനിയുണ്ട്. അത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യമാണ്. അതില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അല്ല അവസ്ഥ. വളരെ സിമ്പിളാണ്. നാമജപം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സത്സംഗം ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഭാഗവതം ലഭിച്ചില്ലായിരുന്നു എങ്കിൽ നമ്മൾ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? ഭഗവത്ഗീത ഇല്ലായിരുന്നു. ഇതൊക്കെ ഭഗവാൻ നൽകിയിട്ട് പോയി. പക്ഷെ ഇതിനെ റിവൈവ് ചെയ്യിപ്പിച്ചത്, പുനർജാഗൃതമാക്കിയത് ചൈതന്യ മഹാപ്രഭുവാണ്. ഈ ഭക്തി പ്രക്രിയ നമ്മുടെ ഭാരതത്തിൽ മൊത്തത്തിൽ ഭക്തി പ്രക്രിയ ഇത്രയും വ്യാപിപ്പിച്ചത് ചൈതന്യ മഹാപ്രഭു പല പല സ്ഥലങ്ങളിൽ സന്ദർശിച്ച് പല പല സാധുജനങ്ങൾ അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിലും അവരിലൂടെ അതെല്ലാം തീർന്നിരുന്നു. മഹാപ്രഭുവാണ് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യിപ്പിച്ചത്. മഹാപ്രഭുവും മഹാപ്രഭുവിൻ്റെ പാർഷദരും. ഇനി മഹാപ്രഭുവിൻ്റെ പാർഷദര് തന്നെയാണ് പല പല സ്ഥലങ്ങളിലും മുന്നേയും നേരത്തെയും പിന്നെയും മഹാപ്രഭുവിന് ശേഷവും വന്ന് ഇന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ യുഗധർമ്മത്തെ സ്ഥാപിച്ചത് ചൈതന്യ മഹാപ്രഭുവാണ്. മഹാപ്രഭു വന്നില്ലായിരുന്നു എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കലിയുഗവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവതാരമാണ് ചൈതന്യ മഹാപ്രഭു. അവതാരം എന്നും പറയാൻ കഴിയില്ല, സാക്ഷാൽ ഭഗവാൻ. കുന്താനം, കുറൂരമ്മ ഇവരെല്ലാവരും വന്ന ആ സമയത്താണ്. 500 വർഷം അവരൊന്നും വന്നില്ലായിരുന്നു എങ്കിൽ, കുന്താനം വന്നില്ല, കുറൂരമ്മ വന്നില്ല, ഇവരെല്ലാം ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാർഷദരാണ്. അതറിയത്തില്ലല്ലേ? ചൈതന്യ മഹാപ്രഭുവായിട്ട് ബന്ധപ്പെട്ടാണ് ഇവരെല്ലാം ഈ ഭൂമിയിൽ വന്നത്. കറക്റ്റ് അതേ സമയത്താണ്. ഒന്നുകിൽ മഹാപ്രഭുവിന് മുമ്പേ, അല്ലെങ്കിൽ മഹാപ്രഭുവിന് ശേഷം, അല്ലെങ്കിൽ മഹാപ്രഭുവിൻ്റെ കൂട്ടത്തിൽ. അവർ ഡയറക്റ്റ്ലി മഹാപ്രഭുവിൻ്റെ ലീലയിൽ കാണുന്നില്ല എങ്കിലും നമ്മൾ ഭൂമിയിൽ മൊത്തത്തിൽ ഒരു ഭക്തിയുടെ ഒരു വിപ്ലവം നടക്കുന്ന സമയമായിരുന്നു 500 വർഷത്തിന് മുമ്പേ. എന്തുകൊണ്ട്? ചൈതന്യ മഹാപ്രഭു വന്ന സമയം. അത്രയ്ക്ക് ഒരു സുവർണ യുഗത്തിൻ്റെ ആരംഭമായിരുന്നു 500 വർഷം മുമ്പേ.